നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാവരും എന്താ ഇങ്ങനെയായി പോയത്? എനിക്കൊന്നും അറിയില്ല. മോളെ, സുന്ദരി, ടെൻഷൻ ആവാതിരിക്കെ. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് ദേഷ്യപ്പെടരുത്. കാർത്തിക് സത്യത്തിൽ ആരാണെന്ന് മോൾക്കോ മോള് സ്വന്തം മകളാണെന്ന് കാർത്തിക്കിനും അറിയില്ല. അപ്പൊ പിന്നെ അയാളെ ഒന്ന് വിളിച്ചു വരുത്തുന്നതല്ലേ നല്ലത്. വേണ്ട, അത് വേണ്ട. അയാൾ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇവിടേക്ക് അയാൾ വരാൻ പാടില്ല. ഈ പറയുന്ന കാർത്തിക് ആരാണെന്ന് എനിക്കും ഏട്ടന് നന്നായി അറിയാം. കൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കിടയിലെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇതിപ്പോ മഴമോളുടെ കാര്യമാണ്. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അയാളൊന്ന് വിളിച്ചു വരുത്തിക്കൂടെ? പ്ലീസ്, അത് തന്നെ വീണ്ടും പറയരുത്. എന്റെ മോളുടെ അരികിലേക്ക് എത്താൻ പോലും അയാളെ ഞാൻ അനുവദിക്കില്ല. തെറ്റെന്റേതാ. എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. എന്റെ മോളെ വേണ്ട രീതിയിൽ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ട് മാത്രം അയാളുടെ അരികിൽ മോൾ എത്തിയത്. അറിഞ്ഞുകൊണ്ട് ഇനി അബദ്ധം കാണിക്കണം. ഇതിപ്പോ ഡോക്ടർ ആവശ്യപ്പെട്ടുകൊണ്ടാ ഞാൻ പറഞ്ഞേ. അവനൊന്ന് വന്നിട്ട് പൊയ്ക്കോട്ടെന്നേ. തൽക്കാലത്തേക്ക് അവനോടൊന്ന് ക്ഷമിക്കേ. ഇനിയും ക്ഷമിക്കാനോ? അയാളോടോ? കാർത്തിക്കിനോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഒരു പെണ്ണ് ഒരാണിനോട് ക്ഷമിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കുണ്ട് അയാള് കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ. വിവാഹത്തിനെ കുറിച്ച് ഒരു ചിന്ത പോലും എന്റെ മനസ്സിലില്ലാതിരുന്ന സമയത്ത് തുടർന്ന് പഠിപ്പിച്ചോളാന്ന് ഉറപ്പും തന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ ചതിച്ചവനാ അയാള്. വെറും ചതിയല്ല, മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ടാ അയാൾ എന്റെ ജീവിതം തകർക്കാനായി എന്നെ കൂടി കല്യാണം കഴിച്ചത്. അറിയോ? അതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും കൺവെട്ടത്ത് നിന്ന് എന്നെ എറണാകുളത്ത് കൊണ്ടുവന്ന് പട്ടിണിക്കിട്ടു, ദ്രോഹിച്ചു, ഒറ്റയ്ക്കാക്കി. എന്നിട്ടും മതിയാവാതെ പഠിക്കാൻ പോയ എന്റെ പഠിപ്പ് മുടക്കാൻ നോക്കി, പരീക്ഷ മുടക്കാൻ നോക്കി. അത്രയൊക്കെ ചെയ്ത ആളോട് പൊറുക്കണോ ഞാൻ? എന്നെങ്കിലും ഒരിക്കൽ എന്നെ അയാൾ സ്നേഹിച്ചു തുടങ്ങുന്ന പ്രതീക്ഷയിലിരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി അയാളുടെ സൗന്ദര്യത്തിന് ചേരുന്നതാണോ എന്റെ രൂപം എന്ന് ചോദിച്ച് ബോഡി ഷെയിം ചെയ്ത അയാളോടാണോ ഞാൻ ക്ഷമിക്കേണ്ടത്? എല്ലാം പോട്ടെ, എന്റെ കൺമുന്നിൽ വെച്ച അയാള് വേറൊരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനം അറിയിച്ചത്. അത് കണ്ട് പ്രജ്ഞയറ്റ് വീണുപോയോളാം ഞാൻ. പറഞ്ഞാ തീരില്ല എന്നെയാൽ ഒടുങ്ങാത്തത്രയും ദുഃഖങ്ങൾ. അതൊക്കെ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് തന്ന മഹാദ്രോഹിയാ കാർത്തിക്. ഒടുവിൽ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞ് അവന്റെ രണ്ടാം ഭാര്യ അവനിൽ ജനിച്ച മഴമോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി പോകുമ്പോ ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. ഈ പരമദ്രോഹിയുടെ കയ്യിലേക്ക് എന്റെ മകൾ ഒരിക്കലും എത്തിപ്പെടരുതെന്ന്. എന്നിട്ടും എനിക്ക് പിഴച്ചു. മഴ അയാളുടെ മുന്നിലെത്തി. അത്
ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് ഞാൻ ചെയ്യില്ല. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തിയവളാ ഞാൻ. അയാൾക്ക് വേണ്ടി, അയാളെ സ്നേഹിച്ച് വിവാഹം കഴിച്ച അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാൾക്ക് ജനിച്ച കുഞ്ഞിന് വേണ്ടി. ഇനിയിപ്പോ ഞാൻ അയാൾക്ക് വേണ്ടി ഈ കുഞ്ഞിനെ കൂടി വിട്ടുകൊടുക്കണോ? നടക്കില്ല, എനിക്ക് പറ്റില്ല അതിന്. സോറി സുന്ദരി, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സുന്ദരിക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ അത് ചെയ്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ കാർത്തികിനെ വിളിച്ച് മഴമോൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ എത്ര വലിയ തെറ്റ്? സുഖമില്ലാതെ കിടക്കുന്നത് അവന്റെ മകളാണ്. മാസ്റ്ററെ കാണണമെന്നാണ് മോള് പറയുന്നതെങ്കിലും അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ അച്ഛനെയല്ലേ. അതിനെ കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം മോള് ഇങ്ങനൊരു അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ വന്ന് കാണാനുള്ള അവകാശം കാർത്തിക്കിനില്ലേ? മകളാണെന്നത് കാർത്തിക്കിന് അറിയില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും അറിയാലോ. അപ്പോ മറ്റുള്ളവരെന്തിനാ അതിനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ കാർത്തിക്കിനെ വിളിച്ചു വരുത്തിയ അത് തന്നെയായിരിക്കും അതിന്റെ ശരി. ഞാൻ അവനെ വിളിച്ച് എന്തു പറയും? മഴമോൾ ആശുപത്രിയിലാണെന്ന് പറയാം. അതിൽ കൂടുതൽ ഒന്നും പറയണ്ട. സുന്ദരിയും അച്ഛമ്മയൊക്കെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അവൻ ഇവിടേക്ക് വരില്ല. സ്വന്തം മകളാണെന്ന് എനിക്കിപ്പോ പറയാനും പറ്റില്ല. അതാ നല്ലത്. മഴ ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേഗം ഇങ്ങോട്ട് വരാനും പറയാം. അവൻ വരും, എനിക്ക് ഉറപ്പുണ്ട്. മഴയുടെ അമ്മ അകത്തേക്ക് വന്നേ. ഞാനും കൂടി ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, വന്നോളൂ. മാസ്റ്റർ, മാസ്റ്റർ, എനിക്ക് മാസ്റ്ററിനെ കാണണം. മാസ്റ്റർ, വേഗം വാ മാസ്റ്റർ. എനിക്ക് മാസ്റ്ററിനെ കാണണം. വേഗം വാ.